ഇന്നലെ സിവിൽ സർവീസിന്റെ ഫലം വന്നപ്പോൾ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കുന്ന രീതിയിലാണ് 3 മലയാളികൾ റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഈ സിവിൽ സർവീസ് പരീക്ഷയിലെ 3 റാങ്ക് ജേതാക്കളാണ് ഇന്ന് പുലർവേളയിൽ അതിഥികളായി ചേരുന്നത്. 13ാം റാങ്ക് നേടിയ അതുൽ ജനാർദ്ദനൻ, ഒപ്പം തന്നെ 15ാം റാങ്ക് നേടിയ ബി സിദ്ധാർത്ഥ്, 28ാം റാങ്ക് ജേതാവായ ഹംന മറിയമാണ്. ഇവരാണ് ഇന്ന് പുലർവേളയിൽ അതിഥിയായി എത്തുന്നത്. സ്വാഗതം 3 പേരും പുലർവേളയിലേക്ക്. 3 പേർക്കും അഭിനന്ദനങ്ങൾ. അതെ, അതുൽ അത് തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഒപ്പം തന്നെ ചോദിക്കുന്നു, ഈ 13ാം റാങ്ക് ലഭിച്ചിരിക്കുന്നു, എന്താണ് പദ്ധതി, അല്ലെങ്കിൽ ഈ ഒരു സിവിൽ സർവീസിൽ ഏത് തിരഞ്ഞെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? താങ്ക് യു വെരി മച്ച്. ഞാൻ ആക്ച്വലി എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. സോ IFS ആണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. മുമ്പോട്ടും അതിലേക്ക് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഹംനയ്ക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഹംന, ഈ ഒരു സിവിൽ സർവീസ് ഇത്ര ഉയർന്ന ഒരു റാങ്ക് ലഭിച്ചിരിക്കുന്നു, എന്താണ് പദ്ധതി? താങ്ക് യു സോ മച്ച്. ഇനി വളരെയധികം സന്തോഷമുണ്ട്. ഇനി ട്രെയിനിങ്ങിന് വെയിറ്റ് ചെയ്യുന്നു. അത് തന്നെ. ഏത് മേഖല തിരഞ്ഞെടുക്കാനാണ് താല്പര്യം? ഫസ്റ്റ് ഓപ്ഷൻ എല്ലാവരും അതുലിനെയൊക്കെ പോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ്. ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തത്. എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആയിരുന്നു അതുൽ നടത്തിയത്? അതുപോലെ തന്നെ ഇത് കൂടാതെ പുറമേയുള്ള വായനകൾ എങ്ങനെയാണ്? ബിടെക് ലാസ്റ്റ് ഇയർ തന്നെയാണ് മേജർലി ഇതിനെപ്പറ്റി അധികം അറിഞ്ഞതും ഇതിൻ്റെ ഒരു കോച്ചിങ്ങിന് പോകണം എന്നൊക്കെ തീരുമാനിച്ചത്. പ്രിപ്പറേഷനെ പറ്റി പറയുകയാണെങ്കിൽ കറണ്ട് അഫയേഴ്സ്, അതായത് ഇപ്പം എന്താ ചുറ്റും നടക്കുന്നത് അതായിട്ട് കുറച്ചും കൂടിയും വെൽ വേഴ്സ്ഡ് ആയിരിക്കണം, അറിഞ്ഞിരിക്കണം എന്താ നടക്കുന്നത്. അതൊന്നും ഒരു വലിയ ഫാക്ടറാണ്. സ്റ്റാറ്റിക് ഭാഗങ്ങൾ കുറച്ചാണ് ഉള്ളത്, പക്ഷെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനെക്കാട്ടി അധികം തോന്നുന്നു ഡൈനാമിക് ആയിട്ട്, അതായത് എവറി ഡേ തിങ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അത് കുറച്ചും കൂടി അറിഞ്ഞിരിക്കുന്നത് അത്രയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പം ന്യൂസ് പേപ്പർ വായിക്കൽ, TV ന്യൂസ് കാണുക, അങ്ങനെ കറണ്ട് അഫയേഴ്സ് ഒരു വലിയ ഫാക്ടറാണ് ഈ എക്സാമിൽ. ഹംനയ്ക്ക് എന്താണ് ഇനി വരുന്ന തലമുറയോട്, ഈ IAS അല്ലെങ്കിൽ ഈ ഒരു സിവിൽ സർവീസിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറയോട് പറയാനുള്ളത്, അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? ഇത് എല്ലാവർക്കും കിട്ടാവുന്നതാണ്. ഇഷ്ടമുള്ള, അതായത് ഒരിക്കലും അൺഅച്ചീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എന്തായാലും കിട്ടാവുന്നതാണ്. ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു ഇതിൽ. കാരണം ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആവാൻ പറ്റും, കാരണം 1 year ലോങ് എക്സാം ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ലക്കി ആയിരുന്നു. കോഴിക്കോടാണെങ്കിലും ഞാൻ പ്രിപ്പയർ ചെയ്ത ട്രിവാൻഡ്രത്താണെങ്കിലും എനിക്ക് നല്ലൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മാത്രം പറയുന്നു. ഈ അതുലും ഹംനയും തിരുവനന്തപുരത്ത് ഒരുമിച്ചായിരുന്നു അല്ലെ? മുമ്പ് ഇവര് തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും അതുല് എങ്ങനെയാണ് ഹംനയുമായിട്ട് മുമ്പ് പരിചയം ഉണ്ടായിരുന്നത്? എന്താണ് ഈ ഒരു സിവിൽ സർവീസിലേക്കുള്ള യാത്ര, അത് വലിയ ഗുണമായോ? ഗുണമായി, കാരണം സിവിൽ സർവീസ് എക്സാമിൽ ഫ്രണ്ട്സ് ഗ്രൂപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അപ്പം ഞാനും ഹംനയും ഐലേൺ IAS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്നിച്ചായിരുന്നു. നമ്മൾ ജനറൽ സ്റ്റഡീസ് ക്ലാസ്സസിനുണ്ടായിരുന്നു, പ്ലസ് ടെസ്റ്റ് സീരീസ് എഴുതാനും ഉണ്ടായിരുന്നു. അവിടെ റീഡിംഗ് റൂം, ലൈബ്രറി എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു 7-8 പേരുടെ വലിയ ഗ്യാങ് എന്നുണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഇഷ്യൂസ് കൊണ്ടുവരിക, ഡിസ്കസ് ചെയ്യുക, കുറേ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് വരും. ആ ഒപ്പീനിയൻസ് നമ്മൾ തന്നെ ബെറ്റർ ആൻസേഴ്സ് എഴുതാനും ബെറ്റർ വ്യൂസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനത്തെ ഒരു പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പ് വർക്ക് വളരെയധികം എഫക്റ്റീവ് ആയിരുന്നു. സോ നമ്മളെ ഗ്രൂപ്പിന്റെ ഹംന, ഞാനുണ്ട്, പിന്നെ വേറെ ഫ്രണ്ട്സ് ഉണ്ട് റാങ്ക് കിട്ടി. അതിലെ അനു, അഖിൽ, റോജിത്, അങ്ങനെ നമ്മളൊരു 7-8 പേരുടെ വലിയ ഗ്രൂപ്പായിരുന്നു. ഭാവിയിലേക്ക് എല്ലാ ആശംസകളും നേരുന്നു.